ഇനി നമുക്ക് കുറച്ച് സഹോദരന്മാരെ പരിചയപ്പെടാം. വാൽമീകി ഏത് നൂറ്റാണ്ടിൽ എഴുതി വെച്ചാൽ ആലോചിക്കണേ. നമുക്ക് രാമായണത്തില് എത്ര സഹോദരന്മാരെ കാണാം? 1 രാമ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്നന്മാർ, മനുഷ്യകുലത്തിൽപ്പെട്ട സഹോദരന്മാർ. പിന്നെ നമുക്ക് അസുരകുലത്തിൽപ്പെട്ട സഹോദരന്മാരെ കാണാം. ഈ അസുരകുലം എന്ന് വെച്ചാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഇഷ്ടം പോലെ കാണണം, ഇഷ്ടം പോലെ കുടിക്കണം, ഇഷ്ടം പോലെ കഴിക്കണം, ഇഷ്ടം പോലെ കേൾക്കണം, ഒരു ഇതില്ല. ഈ സുഖമുള്ളതൊക്കെ തപ്പിയെടുക്കുക. ഇങ്ങനെ വിഷയങ്ങളിൽ വിശ്വസിച്ച് ജീവിക്കുന്നവന്റെ പേരാണ് അസുരൻ. ഇപ്പൊ 24 മണിക്കൂർ സിനിമ കാണുക, യൂട്യൂബ് കാണുക, അത് കാണുക, വേണ്ടത്തൊക്കെ കാണിക്കുക, വേണ്ടത്തൊക്കെ കഴിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നില്ലേ? ഇങ്ങനെ അതാണ് ജീവിതത്തിന്റെ പരമലക്ഷ്യം എന്ന് കരുതി ജീവിക്കുന്നവന്റെ പേരാണ് അസുരൻ. അല്ലാണ്ട് തലേ കൊമ്പും കൊമ്പലിൽ നീണ്ടും ഒക്കെ ഈ ചിത്രകാരന്മാർ ഇതിന്റെ അർത്ഥം അറിയാത്തോണ്ട് വരച്ചു വെക്കണേ. ഇതാണ്. അപ്പൊ ഈ അസുരകുലത്തിൽ ഇതാണ് ജീവിതത്തിന്റെ കുടിക്കുക, മതിക്കുക, രസിക്കുക, എന്റെ സുഖത്തിലുണ്ട് ഏതവനെ എന്ത് വേണേലും ചെയ്യുക. ഇതാണല്ലോ രാവണൻ മുഴുവൻ ചെയ്തത്. അപ്പൊ അങ്ങനെയുള്ള അവിടെയും സഹോദരന്മാരെ കാണാം. രാവണൻ, കുംഭകർണൻ, വിഭീഷണൻ, അസുരകുലത്തിലെ സഹോദരന്മാർ. ഇനി നമുക്ക് മൃഗത്തിന്റെ കൂട്ടത്തിൽ, വാനരന്മാരുടെ കൂട്ടത്തിൽ 2 സഹോദരന്മാരെ കാണാം. ബാലി, സുഗ്രീവൻ. ഇനി പക്ഷികളുടെ കൂട്ടത്തിൽ 2 സഹോദരന്മാരെ കാണാം. ജടായു, സമ്പാദി. ഈ 4 സഹോദരന്മാരെ കാണിച്ചിട്ട് വാൽമീകി മഹർഷി പറഞ്ഞു, നോക്കൂ ഇവരുടെ ജീവിതം നോക്കൂ, ഇവരനുഭവിച്ചു നോക്കുക. അപ്പൊ രാമായണം എന്താ പറയണത്? ഇവരെ കണ്ടു പഠിക്കൂ, ഇവരെ കണ്ടു പഠിക്കാതിരിക്കൂ, അല്ലെങ്കിൽ ഇവരെ അനുകരിക്കൂ, ഇവരെ അനുകരിക്കാതിരിക്കൂ. ഈ അനുകരണം നല്ലതല്ല. പക്ഷെ അനുകരിക്കാന്ന് നമ്മുടെ ശാസ്ത്രത്തിൽ പറഞ്ഞതിന്റെ എന്താ അർത്ഥം? ഇപ്പൊ ഞാൻ നാളെ രാമനെ അനുകരിച്ചുകൊണ്ട് പാളത്താറ കൊടുത്ത് കയ്യിൽ അമ്പും വില്ലും വെച്ചുകൊണ്ട് റോഡുകൂടെ പോയാൽ ആൾക്കാർ പരിഹസിക്കും, പോലീസുകാരുടെ പിടിച്ചകത്തുകയും ചെയ്യും. മറിച്ച് ഞാൻ രാമനെ അനുകരിക്കാൻ നിശ്ചയിച്ചു. എന്താ അനുകരിക്കുക? ഇനി മുതൽ ഞാൻ കള്ളം പറയില്ല, ഇനി ഞാൻ എൻ്റെ അച്ഛനും അമ്മയും ബഹുമാനിക്കും, എൻ്റെ കൂടെയുള്ളവരോട് നന്നായി പെരുമാറും, പെൺകുട്ടികളെ ഞാൻ മാതൃതുല്യം കാണുകയുള്ളൂ. ഈ സ്വഭാവം ഞാൻ അനുകരിക്കാൻ ശ്രമിച്ചാൽ ഞാൻ എന്തായി മാറും? ഞാൻ അനുകരണക്കാരനാവുകയല്ല, ഞാൻ അതായിട്ട് മാറും. സത്യം പറയുള്ളൂ എന്ന് ഞാൻ വ്രതം എടുത്ത് അതങ്ങ് ശീലിച്ചാൽ ഞാൻ സത്യവാനാവുകയാണ്. സത്യത്തെ അനുകരിക്കണമല്ല, അതായിട്ട് മാറും. അതാണ് ക്വാളിറ്റീസിനെ അനുകരിക്കുമ്പോൾ, നന്മകളെ അനുകരിക്കുമ്പോൾ നമ്മൾ അതായിട്ട് മാറും. അപ്പോൾ വാൽമീകി മഹർഷി പറഞ്ഞു, നോക്കൂ ഇത്രയും സഹോദരന്മാരുണ്ട്, ഇതിൽ നിങ്ങൾക്ക് അനുകരിക്കാൻ പറ്റുന്നവരുണ്ട്, അനുകരിക്കാൻ പറ്റാത്തവരുണ്ട്. ഇനി രാമലക്ഷ്മണൻ, ഭരത, ശത്രുഘ്നന്മാരുടെ ചെറുപ്പകാലത്ത് ഒരു കൊച്ചു കഥ പറഞ്ഞാൽ അവർ തമ്മിലുള്ള സ്നേഹബന്ധം എങ്ങനെയാണ് വ്യക്തമായിട്ട് മനസ്സിലാവും. ഒരു കാലത്ത് ഈ രാമായണം കഥ കേട്ട് കേട്ട് നമ്മുടെ വീട്ടിലൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. ഈ കഥ കേൾക്കൽ നിന്നപ്പോഴാണ് തമ്മിൽ തല്ലുകൂടുന്ന ജ്യേഷ്ഠനും അനിയനും അനിയത്തിയും ചേച്ചിമാരൊക്കെ ഉണ്ടായത്. ഇതാണ് രാമന് ചെറുപ്രായം, ഓടി നാട് ചാടി കുട്ടികൾ കളിക്കുന്ന കാലം. അപ്പൊ അവിടെ രാമനും ലക്ഷ്മണനും എന്തോ കളിയാണ്, എന്തോ സ്പോർട്സ് ആണ്, പന്ത് കളി എന്തോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കളി കഴിഞ്ഞു ഇപ്പം അമ്മമാർ 3 പേരും ഇങ്ങനെ അന്തപുരത്തിൽ അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നു. തുള്ളി ചാടി വേർത്ത് കുളിച്ച് സന്തോഷമായിട്ട് രാമനാട്ട് ആദ്യം ഓടി വരുന്നേ. അപ്പൊ കൗസല്യ ചോദിച്ചു, എന്താ രാമ ഇത്ര സന്തോഷം? അത് ഞാനും ലക്ഷ്മണനും കളിച്ചു. എന്നിട്ട് മോൻ ചോദിച്ചോ? ഇല്ലില്ല, ഞാൻ തോറ്റുപോയി. നീ തോറ്റേനാണ് അത്ര സന്തോഷം? അല്ല അമ്മേ, എന്റെ അനുജൻ ലക്ഷ്മണൻ ജയിച്ചു. ലക്ഷ്മണൻ ജയിച്ചത് ഓർക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷം വരികയാണ്. ആ അമ്മമാര് 3 പേരും ആ കുഞ്ഞിരാമനെ കെട്ടി ഒന്ന് പിടിച്ചു. മക്കളെ, എന്നും ഈ സ്നേഹം നിനക്ക് സഹോദരങ്ങളോട് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് കുട്ടി പിന്നെ അങ്ങോട്ട് പോയി. ഒരു 5-8 മിനിറ്റ് കഴിയുമ്പോൾ ലക്ഷ്മണൻ വരുന്നു, കരഞ്ഞോണ്ട് വരിക. 3 ഉമ്മ ചോദിച്ചു, എന്താ മക്കളെ പറ്റി? ഓടിച്ചെന്നു, വിളിച്ചു, കൗസല്യം വടിയിരുത്തി. എന്താ ലക്ഷ്മണ നീ കരയണത്? നിനക്ക് എന്താ പറ്റി? വീണോ? അത് പറ്റോ ഇത് പറ്റോ? കളിക്കാൻ പോയതല്ലേ? അതൊന്നും അല്ല അമ്മേ. പിന്നെ എന്താ? ഒന്നും പറ്റില്ല. പിന്നെ മക്കളെന്തിനാ കരയണം? എങ്ങനെ ഇടിക്കാ കുട്ടി? ഞാനും ഏട്ടനും തമ്മിൽ കളിച്ചു. ഓവ്വ, എന്നിട്ട് എന്ത് പറ്റി? ഞാൻ ജയിച്ചു. നീ ജയിച്ചതിനാണോ കരയണേ? അല്ല അമ്മേ, ഏട്ടൻ തോറ്റു. ഞാൻ ജയിക്കാൻ വേണ്ടി എൻ്റെ ഏട്ടൻ തോക്കുമായിരുന്നു, സ്വയം തോക്കുമായിരുന്നു. ജ്യേഷ്ഠൻ തോറ്റതോർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല. അമ്മമാര് ആ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചു. ആ 3 അമ്മമാരുടെയും കണ്ണുകൾ നിറഞ്ഞു. എന്ത് കണ്ടിട്ട്? തങ്ങളുടെ മക്കളുടെ സഹോദര സ്നേഹം കണ്ട്. ആലോചിച്ചു, നമ്മള്
മക്കൾ തമ്മിൽ കൂട്ടുകൂടി ജീവിക്കുകയാണെങ്കിൽ, സന്തോഷത്തോടെ ജീവിക്കുകയാണെങ്കിൽ, അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മുടെ അച്ഛനും അമ്മയാണ്. നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഏറ്റവും കൂടുതൽ സന്തോഷം കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹമാണ്. അതാണ് വാൽമീകി മഹർഷി പറഞ്ഞത്, ഇങ്ങനെ വേണം സഹോദര സ്നേഹം.